39-ാമത്തെ സബക്ക്. ഗർഭപാത്രത്തിലേക്ക് ഇന്ദ്രിയ ബീജം ചെന്നു കഴിഞ്ഞാൽ അവിടെ മലക്ക് വന്ന് റൂഹ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ വഫീ ഉഖ്റ ലഹു മുസ്ലിം റളിയല്ലാഹു അൻഹുവിനുള്ള വേറൊരു നിവേദനത്തിൽ കാണുന്നത് ഇന്ന മലക്കൻ മുഅക്കലം ബിർറഹ്മി, ഗർഭപാത്രം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇദാ അറാദല്ലാഹു തആല അൻ യഖ്ലുക ശൈഅൻ ബിഇദ്നില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു വസ്തുവിനെ സൃഷ്ടിക്കുവാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ 40 ലൈല 40 ചില്ലാനം രാത്രി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. 40 എന്നാൽ 40 ചില്ലാൻ രാത്രി എന്ന് പറയുന്നത്. പിന്നെ ദക്കറുടെ ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. വഫീ ഉഖ്റ ഇന്ദ ശൈഖൈനി, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമയുടെയും അടുക്കലുള്ള വേറൊരു റിപ്പോർട്ടിൽ കാണുന്നത് ഇന്നല്ലാഹ തആല ഖദ് വക്കല ബിർറഹ്മി മലക്കൻ, നിശ്ചയം അല്ലാഹു തആല ഗർഭപാത്രം കൊണ്ട് ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഫയഖൂലു, ഈ മലക്ക് പറയും ഐ റബ്ബി നുതുഫത്തൻ, ഐ റബ്ബി അലഖത്തൻ, ഐ റബ്ബി മുളഅത്തൻ എന്ന് കാണാം. എന്റെ റബ്ബേ ഇന്ദ്രിയ ബീജം, എന്റെ റബ്ബേ രക്തക്കട്ട, എന്റെ റബ്ബേ മാംസപിണ്ഡം എന്നിങ്ങനെ കാണാം. ആവട്ടെ, ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചാൽ ഇതെല്ലാം കൂടി ജമ്പ് ചെയ്യൽ എങ്ങനെയാ? ആകത്തുക ജമഅൽ ഉലമാഉ ബൈനഹ, ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ അഭിപ്രായങ്ങൾ വന്ന റിപ്പോർട്ടുകൾക്ക് ഇടയിൽ പണ്ഡിതന്മാർ ജമ്പ് ചെയ്തു. എന്തുകൊണ്ട് ജമ്പ് ചെയ്തു? ബി അന്ന ലിൽ മലക്കി മുലാസമതൻ വമുറാഅതൻ ലിൽ ഹാരിൻ നുതുഫ, ഗർഭപാത്രത്തിലേക്ക് ഇന്ദ്രിയ ബീജം ചെല്ലുമ്പോൾ ആ ഇന്ദ്രിയ ബീജത്തിന്റെ അവസ്ഥകളെ സൂക്ഷിക്കുവാനും അതിനെ നിർബന്ധമാക്കുവാനും അധികാരം മലക്കിനുണ്ട്. ഫയഖൂലു, അപ്പോൾ ആ മലക്ക് പറയും വഖ്തൻ നുതുഫത്തി, ഇന്ദ്രിയ ബീജത്തിന്റെ സമയത്ത് പറയും യാ റബ്ബി ഹാദിഹി നുതുഫത്തുൻ, ഇതിപ്പോ റബ്ബേ ഇന്ദ്രിയ ബീജമാണ്. വകദാ ഫിൽ ആഖിറൈനി, അതുപോലെ തന്നെ രക്തക്കട്ടയാകുമ്പോൾ അങ്ങനെ പറയും, മാംസപിണ്ഡമാകുമ്പോൾ അങ്ങനെ പറയും. വകുല്ലു വഖ്തി യഖൂലു ഫീഹി മാ സ്വാറത്ത് ഇലൈഹി ബിഅംദില്ലാഹി തആല, ഓരോ സമയങ്ങളിലും അത് എവിടായി മാറുന്നുണ്ടോ ആ മാറുന്ന സന്ദർഭഘട്ടങ്ങളിലൊക്കെ ഈ മലക്ക് അള്ളാന്റെ അനുമതി പ്രകാരം പറയും എന്നാണ് അതിന്റെ അർത്ഥം. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലമു. അപ്പൊ എങ്ങനെയാണ് ജമ്പ് ചെയ്യാണ്? ലുത്തുഫാകുമ്പോൾ ലുത്തുഫാണെന്ന് പറയും, അതിന്റെ സമയമുണ്ട്. രക്തക്കട്ടയാകുമ്പോൾ രക്തക്കട്ടയാണെന്ന് പറയും ആ സമയത്ത്. മാംസപിണ്ഡമാകുമ്പോൾ മാംസപിണ്ഡമാണെന്ന് ആ സമയത്ത് പറയും എന്നാണ്. അവലു ഇൽമിൽ മലക്കി അന്നഹാ വലതുൻ ഇദാ സ്വാറത്ത് അലഖതൻ വഹുവ അഖിബൽ അർബഈനൽ ഊല. അപ്പൊ മലക്ക് അറിയുന്ന ആദ്യത്തെ ഘട്ടം അത് കുട്ടിയാണ് എന്ന് മലക്ക് അറിയുന്നത് എപ്പോഴാ? രക്തക്കട്ടയാകുന്ന സമയത്താണ്. ആ സമയം ആദ്യത്തെ 40 കഴിഞ്ഞ ഉടനെയാണ്. വഹീന ഇതിൻ, അങ്ങനെ വരുമ്പോൾ യുക്തബുൽ അർബഅത്തുൽ ആതിയത്തു അലാ മാ യഅതി ഫീഹി, ശേഷം വരുന്നതിനനുസരിച്ച് വരുന്ന 40 അതുപോലെ എഴുതപ്പെടും. അതായത് പിന്നെ മാംസപിണ്ഡമാകും. അപ്പൊ രണ്ടാമത്തെ 40 കഴിഞ്ഞിട്ടാണ് മാംസപിണ്ഡമാവുക. സുമ്മ ലഹു ഫീഹി തസറുഫുൻ ആഖറു ബിത്തസ്വീരിൽ മുതകറർ, പിന്നീട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രൂപാന്തരപ്പെടുത്തലുള്ള മറ്റൊരധികാരം അതിലുണ്ട് മലക്കിന്. അല്ലെങ്കിൽ അവിൽ മുഖ്തലിഫു ബിഖ്തിലാഫിൻ നാസി അലാ മാ യഅതി അയ്ദൻ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ പല അഭിപ്രായങ്ങളുമുണ്ട് ജനങ്ങളുടെ, അതായത് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം അനുസരിച്ചൊക്കെ വരാം. ഖാലിൽ ഖാളി വഗൈറുഹു, എന്ന ഖാളിയാരും അല്ലാത്തവരും പറയുന്നത് വൽ മുറാദു ബി ഇർസാലിൽ മലകി ബി ഹാദിഹിൽ അശ്യാഇ, രക്തക്കട്ട, മാംസപിണ്ഡം, ഇന്ദ്രിയബീജം, ഈ ഘട്ടങ്ങളിലൊക്കെ മലക്കിനെ അയക്കുന്നത് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ?
അമറഹു മലക്കിനോട് അല്ലാഹു തആല കൽപ്പിച്ചു ബിഹ ഈ വസ്തുക്കളെ കൊണ്ട് കൽപ്പിച്ചു തസറുഫി ബിഹാബി ആദിൽ അഖാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്നതുകൊണ്ടുള്ള അധികാരവും ക്രിയവിക്രിയകളെ കൊണ്ടും അല്ലാഹു തആല കൽപ്പിച്ചു എന്നാണ്. വഇല്ല അങ്ങനെ അല്ലാതെ വെച്ചാൽ ഫഖദ് സ്വറബിൽ ഹദീസ് ഈ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ടല്ലോ ബി അന്നഹു മുഅക്കലും ബിർറഹമി ആ മലക്കെന്താണ് ഗർഭപാത്രം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളാണെന്നുണ്ട്. ഫഅന്നഹു യഖൂലു അങ്ങനെ മലക്ക് പറയും യാ റബ്ബി റുതുഫ യാ റബ്ബി അലഖ യാ റബ്ബി മുദ്ഗ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇരിക്കട്ടെ, ഈ ഘട്ടങ്ങളൊക്കെ വിശദീകരിച്ചു, അതിലുള്ള വിവിധ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ജന്മ ചെയ്തു. ഇനി ആ ഹദീസിൽ കാണാം യൻഫഖു ഫീഹി റൂഹ അങ്ങനെ മലക്ക് വന്നിട്ട് മുദഅത്തായി കഴിഞ്ഞാൽ അതിലെന്താവും മലക്ക് ആത്മാവിനെ ഊതും. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ മായഹ്യാബിൽ ഇൻസാനു മനുഷ്യൻ ജീവിക്കുന്ന ഒന്നാണ്. അപ്പൊ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒന്നാണ് മനുഷ്യന്റെ ചലനം. മനുഷ്യൻ ഇരിക്കുക കിടക്കുക ഒക്കെ ചലിക്കുവാനാണ്. ഇങ്ങനെ ചലിക്കുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് എന്ന് പറയുക റൂഹ എന്ന് പറയുക. വഹുവ മിൻ അബ്ദില്ലാഹി തആല റൂഹ് എന്ന് പറഞ്ഞാൽ അത് ആരിൽപ്പെട്ടതാ? അള്ളാന്റെ അബ്ദിൽപ്പെട്ടതാണ്. കമാ അഖ്ബറ അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമല്ലോ അമ്രെന്താണ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബില്ലാ എന്ന് പറഞ്ഞിട്ടില്ലേ. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞോളി അല്ലാഹു തആല ഖുർആനിലൂടെ നബിയോട് പറഞ്ഞില്ലേ. അപ്പൊ റൂഹ് അള്ളാന്റെ അമ്രിൽപ്പെട്ടതാണ്, നമുക്കറിയൂല. പിന്നെ വൽ ഖിലാഫു ഫി തഹഖീഖിഹി തവീൽ റൂഹ് എന്താണ് എന്നതിനെ സ്പഷ്ടമാക്കുന്ന വിഷയത്തിൽ ഭിന്നതകൾ ദീർഘമുണ്ട്. വലഫ്ളുഹു മുസ്തറകും ബൈന ഇദ്ദത്തി മആൻ ഒരുപാട് മഅനകൾക്ക് ഇടയിൽ കൂറായി വരുന്നൊരു പദമാണ് റൂഹ് എന്നുള്ളത്. ഖാലൽ ഖാളി ഇയാദ് തങ്ങൾ പറഞ്ഞു വഅഖറഹുൽ മുസന്നിഫു വഗൈറുഹു അതിനെ മുസന്നിഫും അതുപോലെ അല്ലാത്തവരും ഒക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഹദീസ് ഈ ഹദീസ് ലാഹിറാകുന്നത് അന്നൽ മലക്ക യൻഫഖു റൂഹ ഫിൽ മുദ്ഗതി എന്നാണല്ലോ. റൂഹിനെ അള്ളാഹുവിന്റെ മലക്ക് വന്ന് ഊതുക മാംസപിണ്ഡത്തിലാണ് എന്നാണ് ലാഹിർ. വലൈസ മുറാദൻ ആ ലാഹിർ അല്ല ഇവിടെ ഉദ്ദേശം. ബൽ പിന്നെയോ ഇന്നമാ യൻഫഖു ഫീഹ ബഅദ തതശക്കല ബിശക്ലി ബിനി ആദമ അങ്ങനെയാണ്. വതതസവ്വറ ബിസൂറതിഹി മനുഷ്യകോലമോ മനുഷ്യരൂപമോ ആ മാംസപിണ്ഡം രൂപാന്തരപ്പെടണം. അങ്ങനെ ആയ ശേഷമാണ് ഊതുക എന്നുള്ളതാണ്. അല്ലാതെ മാംസപിണ്ഡത്തിനായിട്ട് ഊതുകയല്ല, രൂപപ്പെട്ടിട്ടേ ഉള്ളൂ. അതിന്റെ തെളിവ് കമാ ഖാല അല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞതുപോലെ فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാംസപിണ്ഡത്തെ സൃഷ്ടിച്ചു ഇളാമൻ എല്ലുകളായി. ഫകസൗനൽ ഇളാമ എല്ലിനെ നമ്മൾ ലഹമൻ മാംസത്താൽ പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ പിന്നെ വേറൊരു സൃഷ്ടിയാക്കി നമ്മൾ അതിനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഉദ്ദേശം? ഇതൊക്കെ കഴിഞ്ഞ് രൂപാന്തരപ്പെടുത്തിയിട്ട് ബിനഫ്സിർ റൂഹി ഫീഹി എന്നാണ് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് ആത്മാവ് ഊതും, ഇങ്ങനെയാണ് ഉദ്ദേശം. വലക്കൂല നിനക്ക് പറയാം ലൈസ ലാഹിറുഹു ദാലിക ഹദീസിന്റെ ലാഹിർ അങ്ങനെ എന്ന് പറഞ്ഞു. എന്നാ ഹദീസിന്റെ ലാഹിർ അങ്ങനെ അല്ല എന്ന് നിനക്ക് പറയാം. ഇന്നമാ ലാഹിറുഹു ഹദീസിന്റെ ലാഹിർ കിട്ടുന്നത് അനൽ ഇർസാല ബഅദൽ അർബഈന സാലിസതി മൂന്നാമത്തെ 40 കഴിഞ്ഞ ശേഷമാണ് മലക്കനെ അയക്കല്. ഈ എങ്ങനത്തെ 40 ചോദിച്ചാൽ അൽ മുദ്ദഖലി ഇസ്മൽ മുദ്അതി ബിഇദ്ലായിഹ രണ്ടാമത്തെ 40 കഴിയൽ കൊണ്ട് മുളഅത്ത് എന്നൊരു പേരിനെന്താവും അത് തേടുന്നുണ്ട്. മുഖത്തലി അത് തേടുന്നുണ്ട്. അങ്ങനത്തെ രണ്ടാമത്തെ അല്ല, അങ്ങനെയല്ല. മുൻഗലീന അൽ മുൻഗലി ഇസ്മൽ മുദ്അതി ബിഇദ്ലായിഹ മൂന്നാമത്തെ 40 കഴിയൽ കൊണ്ട് തന്നെ
മുദഅത്തി എന്ന പേരവിടെ കഴിയും. ആ കഴിയലിന് തേടുന്ന മൂന്നാമത് 40. ആ 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ മലക്കിനെ അയക്കുക എന്നാണ് മനസ്സിലാക്കുക. വാസ്തവത്തിൽ ദിൽക്കൽ ബാദിയത്തു ലം തുഹദ്ദദു. എന്നാ പിന്നെ ആ ബാദിയത്ത് എത്ര ഇതിൽ കണക്കാക്കപ്പെട്ടിട്ടില്ല. അപ്പൊ മൂന്നാമത്തെ 40 കഴിയുമ്പോ മാംസമുണ്ടതിന്റെ പേര് കഴിയും. അത് കഴിഞ്ഞാൽ മലക്ക് വരില്ല. ആ ബാദിയത്ത് എത്ര ഇതിൽ കണക്കാക്കിയിട്ടില്ല എന്നുള്ളൂ. അങ്ങനെ വരുമ്പോ അയത്തമിലു അന്നുകു ബാദൽ 40 സാലിസത്തി യുസവ്വറു ഫീ സമനി യസീർ. കുറഞ്ഞ സമയത്ത് രൂപാന്തരപ്പെടാൻ പറ്റുന്ന ഘട്ടമുള്ള നിലയിൽ മൂന്നാമത്തെ 40 കഴിഞ്ഞിട്ടാണ് ആ ഇർസാൽ ഉണ്ടാവുക എന്ന് വരാം. പിന്നെ ആ മാംസപിണ്ഡം ഒരു മനുഷ്യകോലമായി രൂപാന്തരപ്പെട്ട ശേഷം മലക്കിന് റൂഹ് ഊതുവാൻ വേണ്ടിയിട്ട് അയക്കപ്പെടും എന്നാണ് അവിടെ മനസ്സിലാക്കാനുള്ളത് എന്നാണ്. അപ്പൊ ഈ ഹദീസിന്റെ ലാഹിർ 2 വിധത്തിൽ മനസ്സിലാക്കാം. മുഫ്ഹമിലായിട്ട് ഖുർത്തുബി പറഞ്ഞത് ഞാൻ കണ്ടു. സ്വറഹ ബിമാ ദകർതുഹു, ഞാൻ ഇവിടെ പറഞ്ഞ വിഷയം മൂപ്പർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അന്നത്തെ തസ്ബീറ ഇന്നമാ ഹുവ ബിൽ 40 الرابعة. 1, 2, 3 കഴിഞ്ഞ് 4-ാമത്തെ 40-ലെത്തുമ്പോഴാണ് ഈ രൂപാന്തരപ്പെടുത്തൽ എന്നാണ്. ثم كون التسبير بال40 الثالثة أو بعدها على ما تقرر. പിന്നെ നമ്മളിവിടെ തഖ്രീറാക്കിയതനുസരിച്ച് മൂന്നാമത്തെ 40 അല്ലെങ്കിൽ മൂന്നാമത് 40 കഴിഞ്ഞ ശേഷം ഇത് രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത് യുനാഫീഹി, ആ പറഞ്ഞതിനോട് എതിരാകുമല്ലോ. മാവി റിവായത്തിൽ ഉഹർ, മറ്റു റിപ്പോർട്ടുകളുള്ള ഒന്ന് എന്ന് അന്നഹു അഖിബൽ 40 ഊല, ഈ മലക്കിനെ അയക്കുന്നത് ഒന്നാമത്തെ 40 കഴിഞ്ഞ ഉടനെയാണ് എന്ന് മറ്റു റിപ്പോർട്ടിൽ കാണാം. അത് ഇവിടെ പറഞ്ഞ മൂന്നാമത്തെ 40-ലോ മൂന്നാമത്തെ 40 കഴിഞ്ഞിട്ടോ രൂപാന്തരപ്പെടുത്തുക എന്ന് പറഞ്ഞതിനോട് എതിരുണ്ടല്ലോ. അജാബൽ ഖാളി ഇയാൾ, അപ്പൊ ഖാളി ഇയാൾ തങ്ങൾ കൊടുത്ത മറുപടി ബിഅന്ന ഹാദിഹി റിവായാത്തി ലൈസത്ത് അലാ ളാഹിരിഹ. ആ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോ അത് അതിന്റെ ലാഹിർ പോലെ അല്ല. മലിൽ മുറാദു, ആ റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അന്നഹു യുക്തുബു ദാലിക, അതവിടെ എഴുതപ്പെടും എന്നേ ഉള്ളൂ. എന്നിട്ട് വയഫ്അലു വഖത്തിൻ ആഖറ, വേറൊരു സമയത്ത് അത് ചെയ്യും എന്നല്ലാതെ ആ സമയത്ത് ചെയ്യുന്നില്ല, അവിടെ ഏറ്റുണ്ടാവുന്നുള്ളൂ. കാരണം അന്നത്തെ തസ്ബീറ അഖിബൽ 40 ഊല, ഒന്നാമത്തെ 40 കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ രക്തക്കട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ രൂപത്തിൽ അതിന്റെ കൂടെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത് വയറു മൗജൂദിൻ ആദത്ത്, സാധാരണഗതിയിൽ അവിടെ അതില്ലല്ലോ, ആ തസ്ബീർ ഇല്ലല്ലോ. യഖൂബിൽ 40 സാലിസത്തി, പിന്നെ മൂന്നാമത്തെ 40 സംഭവിക്കുന്നത് എന്താ? മുദ്ദത്തുൽ മുളഅത്തി, അവിടെ സംഭവിക്കുന്നത് മുളഅത്തിന്റെ സമയമാണ്. മൂന്നാമത്തെ 40 സംഭവിക്കുന്നത് കമാനസ്സത്ത് അലൈഹിൽ ആയത്തുൽ മദ്കൂറത്തു, പറയപ്പെട്ട ആയത്ത് അങ്ങനെയല്ലേ രസാക്കിയിട്ടുള്ളത്. ഫഖലഖൽ മുളഅത ഇല്ലാമ എന്നാണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് അവിടെ വിഷയമുള്ളത്. അതിന്റെ മറുപടി ഇങ്ങനെ കൊടുത്തു. ഓഫീകനർ എന്നിട്ട് പറയുന്നത് ഇങ്ങനത്തെ ഇജാബിനോട് ആലോചിക്കാനുണ്ട്. മുസന്നിമു വയറു അലൈഹി, മുസന്നിമു അല്ലാത്തവരും അതിന്റെ പേര് സംഭവിച്ചാലും ആലോചിക്കാൻ അവിടെ വകുപ്പുണ്ട്. അവിടെ രൂപാന്തരപ്പെടുത്തുക എന്നത് മാത്രം എല്ലിനെ സൃഷ്ടിക്കലിനെ തേടുന്നില്ലല്ലോ. എല്ലിനെ സൃഷ്ടിക്കൽ തേടുന്നില്ല, മറുപടി രൂപാന്തരപ്പെടുത്തുക എന്ന് വെച്ചാൽ ആയത്തിൽ ഇമാദക്കറു. അപ്പൊ പിന്നെ ഖാളിയാൽ തങ്ങൾ പറഞ്ഞതിന് ആയത്തിൽ തെളിവൊന്നും കാണാനില്ല. അങ്ങനെ അങ്ങോട്ടും കൂടെ നിരൂപിച്ചു കഴിഞ്ഞു അവിടെ. അപ്പൊ ചുരുക്കത്തിൽ എന്ത് ചെയ്യാം? രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടാണ് മലക്കനെ പറഞ്ഞേക്കുന്നത് വെക്കുക. അപ്പൊ പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും? ഒന്നാമത്തെ 40 കഴിഞ്ഞ ഉടനെ
യുർസൽ മലക്കുൽ തസ്വീ തിൽക്കൽ അലഖത്തി തസ്വീൽ ഖഫിയ. ആ രക്തഘട്ടത്തെ, അതായത് 40 ദിവസം മരിയായി നിൽക്കുകയാണ്. ആ മരിയായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? രക്തക്കട്ടയാണ്. ആ രക്തക്കട്ടയെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് 40 കഴിഞ്ഞ ഉടനെ മലക്കനെ അയക്കുന്നത്. അതിന് ലഘുവായിരിക്കുന്ന ഒരു കട്ടി കുറഞ്ഞ് രൂപാന്തരമാക്കാൻ വേണ്ടിയിട്ടാണ് മലക്കനെ അയക്കുന്നത്. സുമ്മയുർസലുബി മുദ്ദത്തിൽ മുലാറ്റി അവ ബാധ അലാമ മറ. കഴിഞ്ഞു പോയതനുസരിച്ച് നോക്കുമ്പോ മുലാറ്റിന് ശേഷമോ അല്ലെങ്കിൽ മുലാറ്റിന്റെ ഘട്ടത്തിലോ മലക്കനെ പിന്നെ അയക്കുന്നുണ്ട്. എന്നിട്ട് പോയി സവ്യറുഹ തസ്ബീറുൽ ലാഹിറ ബുഖാരിൽ ഖൽഖി അഅ്മിക വനഹി. എല്ലോ അതുപോലത്തതോ സൃഷ്ടിക്കലിനോട് അന്തരിക്കുന്ന വിധത്തിൽ പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു രൂപാന്തരപ്പെടുത്തൽ മലക്ക് വന്നിട്ട് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അമ്പൽ ദാലിക്ക, അപ്പൊ ഞാൻ ആലോചിച്ച് നോക്ക്, ഇത് പറഞ്ഞത് ശരിയല്ലേ അത്. ഫൈനീലം അറവൻ സ്വർഹബിഹി മഅന്നൽ ജംഅ ലാ യതിബു ഇല്ലാ ബിഹി. ഇങ്ങനെ ആരും വ്യക്തമാക്കി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതുകൊണ്ടാണ് ജമ്പ് ചെയ്ത പൂർത്തിയാവുകയുള്ളൂ എന്നിരിക്കെ ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചത് ശരിയല്ലേ എന്ന്. അപ്പൊ അങ്ങനെയാണ് വരിക. അപ്പൊ 40 കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞ് ഒന്നാമത് 40 കഴിഞ്ഞാൽ മലക്കനെ അയക്കും. അപ്പൊ ആർക്കും മനസ്സിലാവാത്ത രൂപത്തിൽ രക്തക്കട്ടയെ രൂപാന്തരപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ 40 കഴിയും പിന്നെ മലക്കനെ പറഞ്ഞയക്കും. അതെന്താക്കും? അവിടെ ലാഹിറായിരിക്കുന്ന രൂപാന്തരപ്പെടുത്തും. അങ്ങനെയാണ്. ഔയുഖാൽ, അല്ലെങ്കിൽ പറയപ്പെടാം ഇന്നദാലിക യഖ്തലിബു ബിഖ്തിലാഫിൽ അസ്ഹാസി. അത് വ്യക്തികൾ എന്താണ് എതിരാവുന്നതിനനുസരിച്ചൊക്കെ ഈ രൂപാന്തരപ്പെടലും വ്യത്യാസമാവും. ഒന്നാമത്തെ 40 കഴിഞ്ഞ ശേഷം രൂപാന്തരപ്പെടുന്നവരും ഈ ശിക്ഷകൂട്ടത്തിലുണ്ട്. അവർക്കുമ്പല്ല യുസവറു ഇല്ലാവിൽ അർബഈന സാലിസത്തി ഔ ബഅദഹ. മൂന്നാമത്തെ 40ലോ അതിന്റെ ശേഷമോ ആയിട്ട് രൂപാന്തരപ്പെടുന്നവരും അക്കൂട്ടത്തിലുണ്ട്. ആ നിലക്കൊക്കെ ആയിരിക്കാം ഈ ഇർസാൽ നടക്കുന്നത് എന്നും പറയാം. മുസ്ലിം റളിയല്ലാഹു അൻഹുവിനുള്ള റിപ്പോർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മാ യദ്ഫഉൽ ജംഅൽ അവൽ, ആദ്യത്തെ ജംഇനെ തടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം ജംബ് ചെയ്തു, ആ ജമ്പ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ രണ്ടാമതൊരു ജമ്പ് നമ്മൾ പറഞ്ഞത്. ആ റിപ്പോർട്ട് ഇതാ മറാബിൻ നുതുബത്തി സിന്താരി അറുപവന ലൈല, 42 രാത്രി ഇന്ദ്രബീജമായി കഴിഞ്ഞു പോയാൽ ബാസയിലേഹ മലക്കൻ, പിന്നെ മലക്കന് ആ ഇന്ദ്രബീജത്തിലേക്ക് അള്ളാഹ് അയക്കും. അപ്പൊ സവ്വറഹ, ആ ഇന്ദ്രബീജത്തിന് അള്ളാഹിന്റെ അനുമതി പ്രകാരം മലക്ക് രൂപാന്തരപ്പെടുത്തും. വഖലഖ സബ്അഹ വബസറഹ വലഹ്മഹ വഇളാമഹ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ ആ ഇന്ദ്രിയബീജത്തിന് വേണ്ട കേൾവി, കാഴ്ച, മാംസം, എല്ല് എന്നിവ പടച്ചു വെക്കും. എന്നിട്ട് തുമ്പയക്കോല്, പിന്നെ ആ മലക്ക് ചോദിക്കും, യാ റബ്ബി ആ ദക്കറുൻ അം ഉൻസ, ഈ രൂപത്തെ ആണാണോ പെണ്ണാണോ ആക്കേണ്ടതെന്ന്. അപ്പൊ യഖ്ലി റബ്ബുക ബിമാ ശാ, അവിടെ അള്ളാഹ് എന്താണോ ഉദ്ദേശിച്ചെങ്കിൽ അത് അള്ളാഹ് വിധിക്കും. യഖ്തുബുൽ മലക്കു, പിന്നെ മലക്ക് അത് എഴുതും ചെയ്യും. സുമ്മയഖൂലു, പിന്നെ മലക്ക് ചോദിക്കും, യാ റബ്ബി അജലഹു, ഈ മയ്യത്തിന്റെ ഈ രൂപത്തിന്റെ ഡേറ്റ്. ഫയഖൂലു റബ്ബുക മാ ശാ, ആ ഡേറ്റ് എത്രയാണോ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ അത് അള്ളാഹ് പറയും. ഫയഖ്തുബുൽ മലക്കു, മലക്കത് എഴുതി വെക്കും. സുമ്മയഖൂലു, പിന്നെ മലക്ക് ചോദിക്കും, യാ റബ്ബി റിസ്ഖു, ഇതിന്റെ ഭക്ഷണം. ഫയഖ്ലി റബ്ബുക മാ ശാ, അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ച അത്ര ഭക്ഷണം അവിടെ വിധിക്കും. വയഖ്തുബുൽ മലക്കു, മലക്കത് എഴുതി ചെയ്യും. സുബയഖ്റുജുൽ മലക്കു ഫി സഹീഫത്തി ബി യദിഹി, പിന്നെ എഴുതി വെച്ച റിക്കാർഡുമായിട്ട് മലക്ക് തന്റെ കയ്യിലായിട്ട് പുറപ്പെടും. ആ മലക്കിന്റെ കയ്യിൽ അത് ഉണ്ടാവും. ഫലാ യസീദു വലാ യൻഖുസു, ആ ഡേറ്റ് ദീർഘിക്കൂല്ല കുറയുമില്ല, ആ നിലക്ക് കറക്റ്റായിട്ട് അവിടെ നിൽക്കും. ഇതാണ് ഇപ്പൊ റിപ്പോർട്ട് മുസ്ലിമിന്റെ. ഫഫീഹ, ഈ റിപ്പോർട്ടിൽ കാണുന്നത് അത്തസ്രീഹു, വ്യക്തമാക്കി പറയുന്നുണ്ടല്ലോ, ബി അന്ന ഖൽഖൽ അലമി, എല്ലിനെ സൃഷ്ടിക്കല്, യകൂനു അഖദൽ അർബഈനുൽ ഉല, അത് ആദ്യത്തെ 40 കഴിഞ്ഞാൽ തന്നെ ഉണ്ട് എന്നാണല്ലോ ഇത് മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ ആ ഹൽക്കിനെ നമ്മൾ ഇവിടെ അതിന്റെ ആരംഭത്തിലാണ് എന്ന് ചുമത്തിയാൽ, അപ്പൊ ബാദൽ അർബഈന സാലിസത്തി, പിന്നെ മൂന്നാമത്തെ 40 കഴിഞ്ഞതിന് ശേഷമുള്ളത് അലാ തമാമിഹി,
അത് അതിന്റെ പരിപൂർണതയാണ്, ഇത് തുടക്കമാണ് എന്ന് വെച്ചാൽ അവൽ, അപ്പൊ നമ്മൾ ആദ്യം ജമ്മാക്കി പറഞ്ഞത് എന്താണോ അതിവിടെ സൗകര്യമാണ്. ഓ ഇല്ല, അങ്ങനെ അല്ല, ഈ പറഞ്ഞ രൂപത്തിൽ ചുമത്തുന്നില്ല എങ്കിൽ ജംസാരി എന്നാ രണ്ടാമത് ജമ്മാക്കിയില്ല. വഹീന ഇത് യുക്കിനു യുജുമ എന്ന് പറഞ്ഞ് ജമ്മാക്കിയില്ലേ, ആദ്യം ഇവിടെ സൗകര്യപ്പെടുകയുള്ളൂ. ആദ്യം പറഞ്ഞ ജമ്മല്ല എന്നായി. നമ്മൾ രണ്ട് കോലത്തിൽ ജമ്മാക്കിയിട്ടുണ്ട്. ഈ രണ്ട് ജമ്മിനിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ഏതാണോ അതിനെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ചില പണ്ഡിതർ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ ഹൈസു ഖാന ആ ബാദ് പറഞ്ഞിടത്ത് ബാദ് റിവായത്ത് മുസ്ലിമിൽ മദ്കൂറ. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ശേഷം അങ്ങനെ ബാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവ്വലഹാ ബഅദുഹും, ചില പണ്ഡിതർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു അല അന്നൽ മലക്ക, നിശ്ചയമായിട്ടും മലക്ക് യുഖസ്സിമു നുത്ഫത ഇദാ സ്വാറത്ത് അലഖത ഇലാ അജ്സാഇ എന്നാണ്. ആ ഇന്ദ്രിയ ബീജം രക്തക്കട്ടയായി മാറിയാൽ അതിനെ പല ഭാഗങ്ങളായി അംശയിക്കും എന്ന് കാണാം. അങ്ങനെ യജഅലു ബഅദഹൽ ലിൽ ജൽദ്, ചിലതിനെ തൊലിയിലേക്കാക്കും. ബഅദഹലിൽ ലഹബി, ചിലതിനെ മാംസത്തിലേക്കാക്കും. ബഅദഹലിൽ അൽബി, ചിലതിനെ എല്ലിലേക്കും ആക്കും. ഇങ്ങനെയാണ്. ഫയഖദ്ദിറു ദാലിക കുല്ല, അങ്ങനെ ഇത് മുഴുവത്തിനെയും എന്താക്കും അറിയാം, കണക്കാക്കും. അബല വജൂദിഹി, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്. വാസ്തവത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചാലും ഹാദാ ഖിലാഫു ളാഹിർ ഹദീസി, ഇവിടെ പറഞ്ഞ ഈ ഹദീസിന്റെ ലാഹിർ എന്താണോ അതിനെതിരാണ് വ്യാഖ്യാനം. ബൽ പിന്നെയോ ലാഹിർഹു, ഈ ഹദീസിന്റെ ലാഹിർ പറയുന്നത് അന്നഹു യുസവ്വിറുക, അതിനെ രൂപാന്തരപ്പെടുത്തും. ദുഡുവായി അഖ്ലുഖു ആദിൽ അജ്സ, ഈ അംശങ്ങളൊക്കെ അതിനെ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കുല്ലഹ, അല്ലാതെ അംശയിക്കലല്ല. വഖദ് യകൂനു ദാലിക, ചിലപ്പോൾ ആ സൃഷ്ടിക്കലിഹി വതഖ്സീമിഹി ഖബല വുജൂദിൽ ലഹബി വൽ ഇളാം, എല്ലും മാംസം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനെ അംശയിക്കൽ കൊണ്ടോ രൂപാന്തരപ്പെടുത്തൽ കൊണ്ടോ അതുണ്ടാവാം. വഖദ് യകൂനു ഹാദാ, അതങ്ങനെയായിരിക്കാം ആ മുമ്പ് പറഞ്ഞത്. ഇതാകുക ഈ ബാദിൽ അജിന്നത്തി ദൂന ബാദി, ചില ഘട്ടങ്ങളിൽ ചിലതിനെ കൂടാതെ ആയിരിക്കാം. എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങൾ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാം. ചുരുക്കത്തിൽ മലക്ക് വരുന്നുണ്ട്, അവിടെ സൃഷ്ടികളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്, ആത്മാവ് കൊണ്ട് ചുരുക്കം. അതിന് മനസ്സിലാക്കാൻ പല അഭിപ്രായം ഉണ്ട് എന്ന് മാത്രം. അപ്പൊ മരണത്തിരിവായത്തും ഈ തഫ്സീരിൽ ജപ്പി തഖ്തലി അന്ന തസ്വീറ യകൂനു യൗമ സാബിഇ. ഒരു റിപ്പോർട്ട് കഴിഞ്ഞു പോയി. എന്തിന്? നമ്മളിവിടെ ജമ്മാക്കുമ്പോ അതായത് ജമ്മാക്കുന്ന പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടല്. ആ ഒരുമിച്ച് കൂട്ടുക എന്നതിനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള റിപ്പോർട്ട് എന്താണ്? ആ റിപ്പോർട്ട് തേടുന്നത് രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത് അത് ഏഴിന്റെ അന്നാണ് എന്ന് കാണാം. അപ്പോ ഇന്ദ്രബീജം ഉള്ളിലേക്ക് ചെന്നാൽ 7ാമത്തെ ദിവസം അവിടെ ജന്മം നടക്കുന്നുണ്ട് എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞത്. ഈ പറഞ്ഞത് മദ്ഹബുൽ ലത്തീബായി, ഡോക്ടർമാരുടെ മദ്ഹബ് അങ്ങനെയാണ്. കാരണം തസ്രീഹ്, അവർ വ്യക്തമാക്കിയതിനു വേണ്ടി ഈ അന്നൽ മനിയ ഇദാ നസൽ റഹ്മ, ഗർഭപാത്രത്തിലേക്ക് മനിയ അങ്ങ് ചെന്നാൽ അസ്ബദ വ അർഗാ സിത്തത്ത അയ്യാമിൻ ഔ സബഅ, 6 or 7 ദിവസങ്ങൾ അത് നരച്ച് തിളച്ച് മറിഞ്ഞ് അവിടെ നിൽക്കും. വഫീഹാ യതസവ്വറു മിൻ ഗൈരി ഇസ്തിംദാദി മിനർ റഹ്മി, അങ്ങനെ ഗർഭപാത്രത്തിലായിട്ട് ഒരു സഹായമില്ലാതെ അത് രൂപാന്തരപ്പെടുകയാണ്. സുമ്മയസ്തമിദ്ദു മിൻഹു, അവിടെ നീണ്ടു പോണില്ല, നീളാതെ അവിടെ തന്നെ രൂപാന്തരപ്പെടും. സുമ്മയസ്തമിദ്ദു മിൻഹു, പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു ഇങ്ങനെ ഉണ്ടാവുകയാണെന്ന്. സലാസത്തി അയ്യാം, 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുള്ളികളും അതിന്റെ വരകളൊക്കെ തുടക്കം പിടിക്കും. സുമ്മബാധ സിത്തത്തി അയ്യാം, പിന്നെ 6 ദിവസം കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞ ശേഷം ഖാമിസ അസർ അൽ അലൂഖ്, അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ഇത് രക്തഘട്ടങ്ങളായി മാറുന്ന 15ാമത്തെ രക്തഘട്ടമായിട്ട് മാറുന്നത്. അവ എവ്വതുദ്ദമു ഇലൽ ജമീ, അങ്ങനെ എല്ലാത്തിലേക്കും രക്തം ഇങ്ങനെ മൂടായി എല്ലാത്തിലേക്കും എത്തിച്ചേർന്നൊരു ഘട്ടമായിട്ടാണ് വരുന്നത് എന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോ യസീറു അലഖത്തൻ, പിന്നീട് അതൊക്കെ പാടെ പോയിട്ട് രക്തക്കെട്ടായി മാറുകയാണ്. സുമ്മത്തല്ലാവും, പിന്നീട് അവയവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും.
അതിന് ചിലതിനെ സ്പർശിക്കലിനെ തൊട്ട് നീങ്ങി നിൽക്കും, വേറുപെട്ട് നിൽക്കും. അങ്ങനെ വേറിട്ട് നിന്നിട്ട് പിന്നെ നഖാഇന്റെ ബസർമ നീണ്ടുവരേന്. നഖാദന കഫത്തിന്റെ ബസർമയുള്ള രീതിയിൽ നീണ്ടു നിൽക്കും. സുമ്പവാദ ദിസ്സത്തി അയ്യാൽ, പിന്നെ 9 ദിവസം കഴിയണം. അത് കഴിഞ്ഞാൽ യവ്വസുൽ റഅസു അനിൽ വന്യമൈനി, പിന്നെ അവിടെ ചുമലിനെയും വിട്ടുകൊണ്ട് തല ഇങ്ങനെ വേർതിരിഞ്ഞിങ്ങനെ വരും. വല്ല അത്റാഫു അനിൽ അസാബി, വിരലുകളെ തൊട്ട് തെല്ലുകളൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു പരിപാടി ഇന്ദ്രിയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാലു അവര് പറയുന്നു, ഡോക്ടർമാര് പറയാം, അഖല്ലു മുദ്ദത്തി യതസവ്വറു സകറു ഫിഹാ 30 യൗമ, അതിലൊരാണായിട്ട് രൂപാന്തരപ്പെടാൻ പറ്റുന്ന സമയം 30 ദിവസം. ജമാനുൽ മുഅ്തദിലു ഫി തസവ്വുറുൽ ജനീൻ, ഒരു കുട്ടി രൂപാന്തരപ്പെടുന്ന മിതമായ ഒരു സമയം 35 യൗമ, 35 ദിവസം. വഖദ് യതസവ്വറു ഫി 45 യൗമ, 45 ദിവസം ചിലപ്പോൾ എന്താവും രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നാണ്. ഇങ്ങനെ അവർ പറഞ്ഞു. ജവാബി ദാഹറ ഓയറമ കണ്ടന്നാവും, മുമ്പ് നമ്മൾ പറഞ്ഞത് അല്ലാത്ത വേറൊരു മറുപടിയുമായിട്ടാണ് ചില ആളുകൾ കൊടുത്ത മറുപടി. അപ്പൊ മഹമല ഹദീസൽ ബത്തിൻ, അപ്പൊ ഈ ഹദീസിനെ അവർ ചുമത്തി അല അന്നൽ ജനീൻ, നിശ്ചയമായിട്ടും ജനീന് യഗ്ലിബു അലൈഹിൽ 40 ഊല, ആദ്യത്തെ 40 എന്താണെന്നറിയാമോ, ആ ജനീന്റെ മേലില് മനിയിന്റെ വസ്തു മികച്ചു നിൽക്കും. ഒവിൽ 40 സാരിയ, രണ്ടാമത് 40 എത്തുമ്പോ വസ്ഫുൽ അലക്കത്തി, പിന്നെ രക്തക്കട്ടയാവുക എന്ന വിശേഷണമാണ് വിജയിക്കുക. ഒബിൽ സാരിസത്തി വസ്ഫുൽ മുളാറ്റി, മൂന്നാമത്തെ 40 എത്തുമ്പോഴേക്കും മാംസപിണ്ഡം എന്ന് പറയുന്ന ഒരു വിശേഷണമാണ് മികച്ചു നിൽക്കുക. വൈകാരത്ത് ഹിൽക്കത്തു തമ്പത്ത് തസ്മീറും, അങ്ങനെ അതിന്റെ സൃഷ്ടിപ്പ് പരിപൂർണമായി, രൂപാന്തരപ്പെടൽ പരിപൂർണമായാലും ഈ ഒരു രൂപത്തിൽ അവിടെ ഉണ്ടാവും. ഈ രീതിയിലായിരിക്കും ഈ പറയുന്ന ആൾക്കാർ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുക. ഈ സനദിക സദിയും, ഒരു റിപ്പോർട്ടിൽ കാണാം, ആ റിപ്പോർട്ടിൽ സദി എന്ന് പറയുന്ന ആളുണ്ട്. ഓ മുഖ്തലവും ഈ തൗസീഖ്, അദ്ദേഹം തൗസീഖാക്കാൻ പറ്റോ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന വിഷയത്തിൽ അഭിപ്രായമുണ്ട്. ആരെ തൊട്ട റിപ്പോർട്ട്? അലിബിന് മസ്ഊദിൻ ജമാഅത്തിബിന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ടും സ്വഹാബാക്കൾപ്പെട്ട ഒരു സംഘത്തെ തൊട്ടുമാണ് വിവേചനം. എന്താ പറയുന്നത്? അന്നത്തസ്ബിറ യകൂനു ഖബല 80 യൗമൻ, 80 ദിവസത്തിന്റെ മുമ്പ് രൂപാന്തരം ഉണ്ടാവില്ലാതെ, 80 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഒബിഹി അഖദ തവായിബുൽ ഫുഖഹാ, ഈ ഒരു അഭിപ്രായം കൊണ്ട് പണ്ഡിതരിൽ ഫുഖഹാക്കൾ ചില ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. ഫഖാലു, അവർ പറയുന്നു, അഖല്ലുമാ യതബയ്യനു ഫീ ഖൽഖുൽ വലദി 80 യൗമ, ഒരു കുട്ടിയുടെ സൃഷ്ടിപ്പ് വ്യക്തമായി വരുന്ന രൂപം ചുരുങ്ങിയ സമയം 81 കാരണം അന്നുകൊല്ല യക്കൂന് മുളാത്ത് ഇല്ലാവിൽ 40 സാലിസ, മൂന്നാമത്തെ 40 മാംസപിണ്ഡമല്ലാതെ കുട്ടിയാകുന്നില്ല. ഫലാ യതഖല്ലഖു ഖബല യകൂന മുളാത്ത്, അത് ഒരു മുളാത്താകുന്നതിന് മുമ്പ് കുട്ടിയായി സൃഷ്ടിക്കപ്പെടുന്നുമില്ല. ഇങ്ങനെ പല വ്യാഖ്യാനവും പല അഭിപ്രായങ്ങളും അവിടെ ഉണ്ട്. ഏതാനും 4 മാസം റൂഹ് ഊതി വേണ്ടതെല്ലാം അവിടെ കണക്കാക്കി റെഡിയാക്കി വെക്കുന്നുമുണ്ട്. അല്ലാഹു തആല മനസ്സിലായല്ലോ. മലക്ക് വരുന്ന ഘട്ടങ്ങൾ പറഞ്ഞു, ഇന്ദ്രിയബീജം രൂപാന്തരപ്പെടുന്ന ഘട്ടങ്ങളും പല അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തെമ്പീഹ് കിട്ടി ചില വിഷയങ്ങൾ പറയാനുണ്ട്. അത് എന്താണ് ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യാം.